അപ്പോൾ അപ്പുറത്ത് നടൻ വിനായകനായതുകൊണ്ട് ഇപ്പുറത്ത് പറയുന്ന ആളുകളെ അവിശ്വസിക്കാം എന്നുള്ള നിലപാടാണ് അന്ന് പല ആളുകളും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാനത് നോക്കുമ്പോൾ 100 ഷെയറും ഉറപ്പായിട്ടും ഇഷ്ടം പോലെ കമന്റ്. ഞാൻ വിചാരിച്ചത് കമന്റ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും വെച്ചിട്ട് ഞാൻ കയറി വായിക്കുമ്പോൾ കൂടുതലും പോസിറ്റീവ്. കുറച്ചുകൂടെ പറ വിനായക, പ്രോത്സാഹിപ്പിക്കാനല്ലോ, തീട്ട് കൊടുക്കാതെ. ഉമ്മൻചാണ്ടിയോട് രാഷ്ട്രീയത്തിലൂടെ എതിർപ്പുണ്ടാവാം. ഒരാൾ മരിക്കുമ്പോൾ പറയേണ്ട വാചകങ്ങളല്ല. അത് അച്യുതാനന്ദൻ മരിക്കുമ്പോൾ അത് നേരെ തിരിയാണ്. നിലപാട് എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. വളരെ മോശമായി. ഇപ്പൊ എഴുതിയിട്ടതൊക്കെ അതിന്റെ 1% പോലും ഇല്ല. ലൈംഗിക ചുവയോടുകൂടി ലൈംഗികതയ്ക്ക് വരുമോ എന്നുള്ള രീതിയിൽ അബ്യൂസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എത്രയോ പേർ സിനിമയിൽ വന്ന് കഴിവ് തെളിയിച്ചിരിക്കുന്നു. ഈ പറയപ്പെടുന്ന ഒരു ഗ്രാൻഡിന്റെയും കാര്യമില്ലാണ്ട് ഇപ്പോൾ അങ്ങ് തന്നെ കോട്ട് ചെയ്ത പേരാണ് ഡോക്ടർ ബിജു. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമകൾ, അദ്ദേഹവുമായുള്ള ഫോട്ടോ എൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും ഉണ്ടാകും. ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം. ഈ സംവരണ വിഭാഗത്തിൽ നിന്ന് വന്ന ആളാണ്. ആരുടെയും സഹായമില്ലാതെ ഒരു സിനിമ എങ്ങനെ മേക്ക് ചെയ്യണം എന്ന് കൃത്യമായി കാണിച്ചതാണ്. ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളെക്കാൾ ഡോക്ടർ ബിജുവിന്റെ സിനിമകൾക്ക് ആരാധകരുണ്ടാകും. അപ്പോൾ അത്തരം ആളുകളും അവരവരുടേതായ കഴിവ് തെളിയിച്ച് വന്നിട്ടുള്ളവരാണ്. മലയാള സിനിമയ്ക്കകത്ത് അനുഭവിക്കുന്ന ജാതീയതയെക്കുറിച്ച് ഞാൻ കൂടെ ഉണ്ടായിരുന്ന മാതൃഭൂമി അടക്കമുള്ള സെഷൻസിന്റെ അകത്ത് ഡോക്ടർ ബിജു അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള സ്ട്രഗിൾസ്, എന്ത് തരം ഇന്നുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. 100% സിനിമ കൊച്ചിയിലെത്തിയപ്പോഴേക്ക് പകുതിയിലധികം മാറി. എന്തെത്തിയപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ആ സിനിമ ഒരു കൂട്ടം മാടവിമാരുടെ കയ്യിൽ നിന്ന് സിനിമ ഇൻഡസ്ട്രി കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ ഈ ജാതി വ്യവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റം. ജാതി വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കുന്ന രീതികളിൽ മാറ്റം വരും എന്നുള്ളതാണ്. അതൊരു വളരെ കൃത്യമായി ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നിറം മാറുന്നുവോ സമാനമായി അതിന്റെ നിറം മാറും. അതായത് എപ്പോഴും കൃത്യമായ ഒരു സ്ട്രക്ചറിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ PK റോസിയെ പോലുള്ള ഒരു നായികയെ ആട്ടി അകറ്റി എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇന്നൊരു പക്ഷെ ആ ആട്ടി അകറ്റൽ ഉണ്ടാവില്ല. കാരണം കൃത്യമായ നിയമ സംവിധാനങ്ങളും പൗരബോധം വളരുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് അത്തരം ഒരു ആട്ടി അകറ്റലോ തീയിടലോ അല്ല ഉണ്ടാവുക. പക്ഷെ വളരെ കൃത്യമായി ഇത്തരം മേഖലകൾക്കകത്ത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ എങ്ങനെയാണോ അതിനകത്ത് സ്ത്രീകളെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, സമാനമായിക്കൊണ്ട് ഈ മേഖലകൾക്കകത്ത് വളരെ കൃത്യമായിക്കൊണ്ട് എക്സ്ക്ലൂഷൻ നടക്കുന്നു എന്നുള്ള കാര്യം കൃത്യമാണ്. ഒരുപക്ഷെ ബാംബു ബോയ്സ് പോലുള്ള ഒരു സിനിമ ഈ കാലത്ത് ആദിവാസി വിഭാഗത്തിനെതിരെ പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ വിഭാഗത്തിലെ അടക്കം ആളുകൾ നടത്തിയിട്ടുള്ള നിരന്തര മുന്നേറ്റങ്ങൾക്ക് പൊതുസമൂഹത്തിന്റെ കൂടി മുന്നേറ്റം, ഭൗതികമായ വളർച്ച ഉണ്ടായി എന്നതുകൊണ്ടുള്ള മാറ്റമായിട്ട് തന്നെയാണ് കരുതുന്നത് നമ്മൾ. പക്ഷേ നമ്മൾ ഏറെക്കുറെ ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സംവിധാന രംഗത്തിലേക്ക് വരാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാലൊക്കെ തന്നെ മറ്റു വിഭാഗങ്ങളിലെ മനുഷ്യരെടുക്കുന്നതിനേക്കാൾ വളരെ ലോങ് സ്ട്രഗിളാണ്. ഇപ്പൊ ലീല സന്തോഷിനെ പോലുള്ള ഒരു സംവിധായക വയനാട്ടിൽ വരുമ്പം എടുക്കുന്ന ഒരു ദൂരമല്ല മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ ഒരാൾ എടുക്കുന്ന ദൂരം എന്ന് പറയുന്നത്. ആ ദൂരത്തിന് വ്യത്യാസമുണ്ട്. ചരിത്രപരമായ ഒരു ദൂരം കൂടിയാണ് അവർക്ക് നടക്കേണ്ടി വരുന്നത്. സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഇൻഇക്വാലിറ്റി കൂടിയാണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. ഇന്നും സിനിമയ്ക്കകത്ത്, മലയാള സിനിമയ്ക്കകത്ത് കാസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറയാത്ത തന്നെ ചില ആളുകളെങ്കിലും ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് മുൻപ് ജാതിപ്പേരൊന്നും ഇല്ലാത്ത ആളുകൾ സിനിമയ്ക്കകത്ത് കയറിയിട്ട് ജാതിപ്പേര് വെച്ചിട്ടുള്ള ആളുകൾ പോലും ഉണ്ട്. ജാതിപ്പേര് വെട്ടിയവരെ എനിക്കറിയാം. വെട്ടിയവര് ഒബ്വിയസ്ലി ഉണ്ട്. അത് ഒരു മിനിമം ജനാധിപത്യ ബോധമാണല്ലോ മനുഷ്യന്മാരുടെ ഭാഗമായിട്ട് വെച്ച് വരുന്ന ആളുകൾ. ഉദാഹരണം പറയാം, ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ സിനിമയാണ് പൈങ്കിളി. അതിൽ സംവിധായകൻ ശ്രീജിത്ത് നായർ, എനിക്കറിയാവുന്ന ആളുടെ പേര് ശ്രീജിത്ത് നായരാണ്. എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്, നാട്ടുകാരനാണ്. അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തപ്പോൾ അത് എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ പേര് മാറ്റി, എന്റെ പേര് ശ്രീജിത്ത് ബാബു എന്നാക്കി. എന്താ നായർ ഒരു ബാധ്യതയായി പോകും, അതുകൊണ്ട് ഞാനത് മാറ്റി എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും അത്തരം ബോധത്തിൽ അത് മുറിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അർഹിക്കുന്ന മനുഷ്യർ തന്നെയാണ്. ഇവിടെ അടൂരിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം കൂടെ ഉള്ളത്, ഇത് കേവലം പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് ഒരു വേദിയിൽ പറ്റിപ്പോകുന്ന പിഴവ് എന്നുള്ളതല്ല. KR നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അടക്കം ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. KR നാരായണ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിരന്തരം നടത്തിയ പരാമർശങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളായിക്കൊണ്ട് പ്രതികരിച്ച സ്ത്രീകളെ തൊഴിലാളി സ്ത്രീകൾക്ക് ഉടുത്തൊരുങ്ങാൻ പാടില്ലല്ലോ, ഉടുത്തൊരുങ്ങി വരുന്ന സ്ത്രീകൾ, WCCയും പ്രശ്നമാണ്, WCCയെ പോലുള്ള സ്ത്രീകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വിഭാഗത്തിന് മാത്രം എതിരെയുള്ള പ്രശ്നമല്ല. വളരെ കൃത്യമായി ഈ വേദിയിൽ ഏതെങ്കിലും മനുഷ്യർക്ക് ഇത് കാരണം ഹേർട്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മാപ്പ് പറയുക, അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു മിനിമം കാര്യമാണ്. ഉറപ്പായിട്ടും അത് ഒരു മനുഷ്യന് വേദനിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് സഹാനുഭൂതിയുള്ള ഏതൊരു മനുഷ്യനും, ബാക്കി ലീഗൽ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിവെക്കുകയാണ്, സഹാനുഭൂതിയുള്ള മറ്റൊരു മനുഷ്യൻ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള മര്യാദ. അദ്ദേഹത്തിനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, ഞാൻ മനഃപൂർവ്വമല്ല ഇത് പറഞ്ഞത്, ഇനി എന്റെ വാക്കുകൾ ആരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറയുന്നത്. അതെ, പ്രതികരിച്ച പുഷ്പവതി ചേച്ചിയെ കുറിച്ച് രണ്ടാമത്തെ അദ്ദേഹം എന്താ
പ്രസ് മീറ്റിൽ. അവരാരാണ് എനിക്കറിയില്ല, അവരാരാണ് എനിക്കറിയില്ല, വഴിയിൽ കൂടെ പോകുന്ന സ്ത്രീകൾക്ക് കയറിയിരിക്കാനുള്ള സ്ഥലമല്ല എന്നത് കൂടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ മറുപടി കൃത്യമായ റിപ്പോർട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതെ, അപ്പോൾ വളരെ കൃത്യമായിക്കൊണ്ട് രണ്ടാമത്തെ ദിവസം പോലും സംഗീത നാടകം അവർ തന്നെ ചോദിക്കുന്നുണ്ട്, ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണെന്നും മാധ്യമങ്ങളിലൂടെങ്കിലും അദ്ദേഹത്തിന് സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ പോസ്റ്റിലുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പിന്നീട് അത് എപ്പോഴെങ്കിലും ഈ 2-3 ദിവസത്തിൽ എപ്പോഴെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാം. അത്തരത്തിൽ യാതൊരു അക്കൗണ്ടബിലിറ്റിയും അദ്ദേഹം എടുക്കുന്നില്ല. അതിനോടൊപ്പം തന്നെയാണ് ചാളയിലെ അടക്കം മത്സ്യത്തൊഴിലടക്കം ചെയ്യുന്ന തൊഴിലാളികളായിട്ടുള്ള മനുഷ്യർക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ ഹീനസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. തൊഴിലാളികളായിട്ടുള്ള ആളുകൾ മാത്രം ലൈംഗിക രംഗം, ഒന്നാമത് സിനിമയിലെ ലൈംഗിക രംഗങ്ങളെ ഇദ്ദേഹം ഇങ്ങനെയാണോ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ പോലും ഇത്ര 60 വർഷം പാരമ്പര്യമുള്ള ഒരു മനുഷ്യൻ സിനിമയിലെ ഫിസിക്കൽ ഇന്റിമസിയുടെ സീനിനെ എങ്ങനെയാണോ പോർട്രേ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ അദ്ദേഹത്തെ തന്നെയാണ് പോർട്രേ ചെയ്യുന്നത്. അവിടുത്തെ തൊഴിലാളികൾ ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പം ഒരു വിഭാഗത്തിനെതിരെ ഉള്ളത് മാത്രമല്ല, ഇത്തരം അനേകം മാർജിനലൈസ്ഡ് ആയുള്ള സമൂഹത്തിനുള്ള അദ്ദേഹത്തിന്റെ പൊതു കാഴ്ചപ്പാടാണ് ഇതിനകത്ത് വെളിവാക്കുന്നത്. അതിൽ അദ്ദേഹം അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം എന്നുള്ളതാണ് മിനിമം നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ദിനവേൽ, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അങ്ങ് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചോദിക്കുന്നു. ഈ വിഷയത്തിൽ വിനായകൻ നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, പിന്നീട് അദ്ദേഹം തന്നെ ഡിലീറ്റ് ചെയ്തു, മാപ്പ് പറഞ്ഞിട്ടില്ല, ഡിലീറ്റ് ചെയ്തു. അനാവശ്യമായി യേശുദാസിനെ പോലും ആ വിഭാഗത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. യേശുദാസ് പണ്ട് നടത്തിയ ഒരു ജീൻസ് പരാമർശമാണ് അതിന്റെ കാരണം. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും യേശുദാസിന്റെ ഭാഗത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നതിൽ അദ്ദേഹം അമേരിക്കയിലാണ്. ആ സ്റ്റേറ്റ്മെന്റിനോട് അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു 5-6 തവണ മനുഷ്യ ലൈംഗിക അവയവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തിയ ആ പോസ്റ്റിനോട് താങ്കളുടെ പ്രതികരണം എന്താണ്? എനിക്ക് തോന്നുന്നത് ദളിത് സമുദായത്തിലെയും ആദിവാസി സമുദായത്തിലെയും മനുഷ്യർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ കാലത്തും ഏറ്റവും ആദ്യം പ്രതികരിക്കുന്ന, ഏറ്റവും അധികം റെസ്പോണ്ട് ചെയ്യുന്ന ഒരു എത്തിക്കൽ ഒബ്ലിഗേഷൻ കൂടെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കേരളത്തിനകത്ത് വിനായകനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആദ്യത്തെ കേസ് ഞാനും മറ്റൊരു ആക്ടിവിസ്റ്റും സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്തപ്പോൾ വളരെ മോശമായി, ഇപ്പം എഴുതിയിട്ടതൊക്കെ അതിൻ്റെ 1% പോലും ഇല്ല, ലൈംഗിക ചുവയോടുകൂടി ലൈംഗികതയ്ക്ക് വരുമോ എന്നുള്ള രീതിയിൽ അബ്യൂസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പറഞ്ഞത്. അന്ന് ഇത് പൊതുസമൂഹത്തിൽ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് തെറി വിളിച്ചു എന്നും ഞങ്ങൾ അദ്ദേഹത്തെ അബ്യൂസ് ചെയ്തു എന്നും പൊതുമണ്ഡലത്തിൽ പറഞ്ഞിട്ട് മൊത്തം മനുഷ്യർ, അതായത് അത്ര വലിയ സൈബർ ലിഞ്ചിങ്ങിനാണ് ഞങ്ങൾ വിധേയരായത്. മനുഷ്യർ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ, നടൻ വിനായകനെ കുരുക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം അസൂയക്കാർ എന്നുള്ളതായിരുന്നു ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന പ്രധാന അതിശയം എന്ന് പറയുന്നത്. ഇന്നും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോലീസ് കൃത്യമായ അതിൻ്റെ രേഖകൾ അയച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇടപെട്ടിട്ടാണ് തെളിവുകളുടെ ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പുറത്ത് നടൻ വിനായകനായതുകൊണ്ട് ഇപ്പുറത്ത് പറയുന്ന ആളുകളെ അവിശ്വസിക്കാം എന്നുള്ള നിലപാടാണ് അന്ന് പല ആളുകളും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ദളിത് കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെയുള്ള നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന, നമ്മളോട് സാഹോദര്യം കാണിച്ച മനുഷ്യരൊക്കെ സഹോദരനെ അപമാനിക്കാൻ ശ്രമിച്ച മനുഷ്യർ, സഹോദരനെ കൊടുക്കാൻ ശ്രമിച്ച മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് നമ്മളോട് ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിനായകൻ ഇപ്പോൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് അന്ന് അദ്ദേഹത്തിനെ പിന്തുണച്ച ആളുകളാണ് വിനായകനെ ഈ വഷളാക്കിയിട്ടുള്ളത്. നടൻ വിനായകൻ ഇപ്പോഴും പിന്തുണയ്ക്കുണ്ടെന്ന് ആ ഫേസ്ബുക്ക് ഉറപ്പായിട്ടും 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാനത് നോക്കുമ്പോൾ 100 ഷെയറും ഉറപ്പായിട്ടും ഇഷ്ടം പോലെ കമന്റ്. ഞാൻ വിചാരിച്ചത് കമന്റ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ കയറി വായിക്കുമ്പോൾ കൂടുതലും പോസിറ്റീവാ. കുറച്ചുകൂടെ പറ വിനായക, പ്രോത്സാഹിപ്പിക്കാനോ തീട്ട് കൊടുക്കുക. പിന്നെ എന്തിനാണ് വിനായകൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തിനോട് എതിർപ്പുണ്ടാവാം, ഒരാൾ മരിക്കുമ്പോൾ പറയേണ്ട വാചകങ്ങളല്ല. അത് അച്യുതാനന്ദൻ മരിക്കുമ്പോൾ അത് നേരെ തിരിയാണ്. നിലപാട് എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. അത് എന്താ, പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ സംവരണം അങ്ങ് പറയുന്ന കൺസെപ്റ്റ് ഇതൊക്കെ എനിക്ക് മനസ്സിലാവാത്തതൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്, ഇനി പറയാൻ പോകുന്നത്. പക്ഷേ ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന വിനായകനെ പോലെ കുറേ പേരുണ്ട്. ഇവരാണ് ഈ ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ അവരുടെ പേര് കളയുന്നത് എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? വിനായകൻ എന്ത് പറഞ്ഞാലും വിനായകനെ തിരിച്ചെന്തെങ്കിലും ഒന്ന് വിമർശിച്ചാൽ, വിനായകനെതിരെ നമ്മളൊരു വീഡിയോ ചെയ്താൽ വിനായക നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ വിനായകൻ ദളിതനായതുകൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞതെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. ആ ചിന്ത കൂടെ മാറണ്ടേ? തെറ്റ് ചെയ്തവർ അങ്ങ് പറഞ്ഞതുപോലെ തെറ്റ് ചെയ്തവൻ തെറ്റുകാരനാണ് എന്ന് തുറന്നു പറയണ്ടേ? അവനാ ഈ ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് അവനത് പറയാം, ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ സഹോദരനാണ്, അവനത് പറഞ്ഞോട്ടെ എന്ന് ചിന്തിക്കുന്ന നിലപാട് കൂടി മാറ്റേണ്ടതില്ലേ? ഏതൊരു വ്യക്തിയുടെയും ഐഡന്റിറ്റി എന്ത് തരത്തിലുള്ള സ്വത്വം ആയിക്കോട്ടെ, ആ സ്വത്വത്തെ നമ്മൾ പറയുന്നത് സമൂഹത്തെ കുറച്ചുകൂടെ നന്മയിലേക്ക് നയിക്കാനും സമൂഹത്തിൽ മനുഷ്യരായി കണക്കാക്കപ്പെടാത്ത മനുഷ്യരെ കൂടി മനുഷ്യരായി പരിഗണിക്കാനും മനുഷ്യത്വ പദവി കിട്ടാനും കമ്പാഷനേറ്റ് ആയിട്ട് നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്.
ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയും ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തികൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാനോ അവർ പൊതുസമൂഹത്തിന് ജനാധിപത്യ മര്യാദ ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയും തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കുന്നത് ശരിയായിട്ടുള്ളതുമല്ല. പക്ഷെ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്കകത്തൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ നേരത്തെ കാർഡ് എന്നുള്ളൊരു ടേം ഉപയോഗിച്ചല്ലോ, ഇത്തരം കാർഡുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ ഐഡന്റിറ്റി കാർഡ്സ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്, ആ പരാമർശത്തോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ലെങ്കിലും അത് പലപ്പോഴും കേസുകൾക്കകത്ത് മാർജിനലൈസ്ഡ് ആളുകൾ വരുന്ന സമയത്ത് അവരെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഇത്തരം ക്രൈമുകളിൽ നിന്ന് രക്ഷപ്പെടാനോ ഒക്കെ തന്നെ വ്യാപകമായി ഐഡന്റിറ്റീസ് എപ്പോഴും ഉപയോഗിക്കുന്നത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ്. ഹിസ്റ്റോറിക്കലി അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ പാത കേരളത്തിനകത്തുള്ള ദളിത് ആദിവാസി കമ്മ്യൂണിറ്റീസോ മറ്റ് മാർജിനലൈസ് സമൂഹങ്ങളോ നാളിതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കൃത്യമായി കൊണ്ട് പൊയ്കയിലപ്പച്ചനും അയ്യങ്കാളിയും ഒക്കെ പറയുന്ന ജനാധിപത്യ ബോധത്തിന്റെ ഇടയിൽ നിന്ന് തന്നെയാണ് പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം ഞങ്ങളൊക്കെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഇത്തരം അട്രോസിറ്റീസിനോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രതികരിക്കാമല്ലേ വേണമെങ്കിൽ. ഇപ്പം എൻ്റെ അപ്പൂപ്പനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കാളയ്ക്കൊപ്പം നുകം കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വിദ്യാർത്ഥിയോട് ഞാൻ തെറി വിളിക്കല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ വളരെ കൃത്യമായി കൊണ്ട് ഒരു ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ഉണ്ടായി, ഇന്ന് ആ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾക്ക് രണ്ടുപേർക്കും ചേർന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന ജനാധിപത്യ ബോധത്തിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ജനാധിപത്യ മര്യാദകൾ പാലിക്കാത്ത മനുഷ്യർക്ക് പിന്തുണ നൽകിക്കൊണ്ട് വഷളാക്കുക എന്നുള്ളത് തീർത്തും തെറ്റാണ്. അത് അവരെ കൂടുതൽ അവരെയും കൂടെ കൂടുതൽ ട്രാപ്പിലേക്ക് പെടുത്താനേ അത് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഞാനും കരുതുന്നത്. ഈ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ട് നോക്കൂ, ഞാനൊരു ഗ്രാമപ്രദേശത്ത് നിന്നുള്ള ആളാണ്. എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ജാതി തിരഞ്ഞു പോകുന്ന സൗഹൃദങ്ങളല്ല. സ്വാഭാവികമായും നാട്ടിൻപുറമാവുമ്പോൾ അവിടുത്തെ പഴയ ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരും അമ്മമാരും അവർ ഇന്ന ജാതിക്കാരാണ്, അവരോട് അകലം പാലിക്കണം. നമ്മളെ കൊണ്ട് അത് പറ്റുന്ന കാര്യമല്ല. കാരണം നമ്മൾ ഈ കാലഘട്ടത്തിൽ പഠിച്ചു വന്നവരാണ്, കൂടിരുന്ന് പഠിച്ചവനും ഒക്കെ എല്ലാവരും ഒന്നായി കണ്ട് മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ വളർച്ചയുടെ ഏതൊക്കെയോ ഒരു ഘട്ടത്തിൽ ഞാനൊരു ആളോട് എടാ വീട്ടിൽ വാടാ ആഹാരം കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ അടുക്കളയിലൊക്കെ ഞങ്ങളെ കയറ്റുമോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും ഞാൻ ഇപ്പോഴല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ SC/ST വിഭാഗം എന്ന് പറയുന്നവരുടെ മനസ്സിൽ ഞങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നവരാണ് എന്നൊരു ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകൾ ഇന്നും ഉണ്ട്. അതല്ലേ സത്യത്തിൽ ഈ ഒരു സമുദായത്തിൽ ആദ്യം മാറ്റേണ്ടത്. സ്വയം അങ്ങനെയല്ല, നമ്മൾ അവരെ പോലെ തുല്യരാണ്, നമ്മൾ തുല്യരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടുന്ന ഒരു മുന്നേറ്റം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടോ അടിത്തട്ടിൽ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും SC/ST വിഭാഗത്തിലെ ആളുകൾക്കൊക്കെ എതിരെ ആരോപിക്കുന്ന ഒരു കാര്യമാണ് സ്വയം അവർക്കുള്ള അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഇത്തരം കാര്യങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് പറയുന്നത്. ഇത് വളരെ ടാക്ടിക്കലായിക്കൊണ്ട് യഥാർത്ഥ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ തലയിലേക്ക് ഈ ബേർഡനെ വെക്കുക എന്നുള്ളതാണ് ഇതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം. ഞാൻ എന്നോട് പറഞ്ഞൊരു അനുഭവം വെച്ചുകൊണ്ടാണ് പറഞ്ഞ അനുഭവത്തെയാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു മനുഷ്യന്റെ അടുക്കളയിൽ ഞാൻ കയറിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുമോ എന്ന് തോന്നലുണ്ടാക്കുന്നെങ്കിൽ, അതായത് ആ ട്രോമ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എത്ര തവണ അത്തരം അനുഭവങ്ങളിലൂടെ ആ മനുഷ്യരോ അവർക്ക് ചുറ്റുമുള്ള മനുഷ്യരോ കടന്നുപോയി കാണുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ട്രോമ രൂപീകരിക്കാൻ കാരണമാകുന്നത് അയാളുടെ ലിവ്ഡ് എക്സ്പീരിയൻസസ് ആണ്, അല്ലെങ്കിൽ അയാളുടെ നിയർ ബൈ എക്സ്പീരിയൻസസ് ആണ് ഒരു മനുഷ്യന്റെ ട്രോമ ബിൽഡ് ചെയ്യാനുള്ള കാരണമുണ്ടാക്കുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിലെ മനുഷ്യർക്ക് മറ്റടുക്കളകളിലേക്ക്, മറ്റ് വീടകങ്ങളിലേക്ക്, മറ്റു പൊതുവിടങ്ങളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരം ബുദ്ധിമുട്ടുകൾ മാനസികമായി തോന്നുന്നുണ്ടോ? അത് തോന്നാത്ത കാരണം എന്ന് പറയുന്നത് ഒരു കാലത്തും ജനറേഷൻസ് ആയിട്ട് ഒരു കാലത്തും അത്തരം റെസ്ട്രിക്ഷൻസ്, ബോയ്ക്കോട്ടിങ്ങുകൾ ആ മനുഷ്യർ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്നും അവർക്ക് എല്ലാ കാലത്തും സ്വീകാര്യതകൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് കൂടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ SC/ST വിഭാഗത്തിൽ ഒരു വ്യക്തി താങ്കളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ അത്തരം ട്രോമാറ്റിക് ആയുള്ള മുറിവിലേക്ക് ചുറ്റുമുള്ള മനുഷ്യർ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ആ മുറിവ് ഉണക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വൽ പ്രശ്നമായി അതിനെ കണ്ടിട്ടല്ല, മറിച്ച് ആ വ്യക്തിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹം, കമ്പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹമുള്ള ഒരു സമൂഹം ചുറ്റുമുണ്ടാവുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ആ വിഷയം എത്രമാത്രം അങ്ങ് എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും എനിക്കത് കൺവിൻസ് ആവുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് ഞാൻ അതിൽ പിടിച്ചു തോന്നുന്നു. അതിലെന്താണ് കൺവിൻസ് ആവാത്തത്? എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പല ആളുകളിലും ചിന്തിച്ചിട്ടുള്ള ഇവര് മനസ്സിൽ നിന്ന് ഈ ചിന്ത, ഈ ട്രോമ, താങ്കൾ പറഞ്ഞ ആ
ടൈം തന്നെ ഉപയോഗിച്ചാൽ ട്രോമ എടുത്തു കളഞ്ഞാൽ തീരാവുന്നൊരു പ്രശ്നമേ അവർക്കിടയിൽ ഉള്ളൂ എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ഒരു കൂട്ടം ആളുകൾക്കിടയിൽ അങ്ങനെ തന്നെയാണ്. അല്ല, വ്യക്തിയുടെ പ്രശ്നമായിട്ട് പ്രശ്നങ്ങളെ കാണുകയും സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്ന് അതിന്റെ ഫോക്കസ് മാറ്റുകയും ചെയ്യുന്നത് അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു സ്ത്രീക്ക് രാത്രി പുറത്ത് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ പേടിയുണ്ടെങ്കിൽ അത് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല. ആ പേടി ഉണ്ടാക്കുന്നത് പേട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി കാലാകാലങ്ങളായി പ്രൊഡ്യൂസ് ചെയ്യുന്ന വയലൻസിന്റെ ഭാഗമാണ്. താങ്കൾ പറഞ്ഞു വരുന്ന പോയിന്റ് മനസ്സിലായത്. ഞാനൊരു ഉദാഹരണം തിരിച്ചു പറയാം. പറയും. ഇന്ത്യയുടെ രാഷ്ട്രപതി, വേണ്ട അങ്ങോട്ടേക്ക് പോകണ്ട, ഇവിടെ നിൽക്കാം. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് സംവരണ മണ്ഡലം. അതെ. അതിൽ ഒന്ന് രാധാകൃഷ്ണൻ സഖാവ് രാധാകൃഷ്ണനാണ്, ഒന്ന് കൊടിക്കുന്നിൽ സുരേഷാണ്. MP ഇപ്പൊ എന്റെ മണ്ഡലം മാവേലിക്കരയാണ്. അതുകൊണ്ട് ഞാൻ കൊടിക്കുന്നിൽ സുരേഷിന് ഉദാഹരണം എടുക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷ് ഒരു വീട്ടിലേക്ക് കടന്നു വരികയാണ്, എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ വീട്ടിലിരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് ചെല്ലും, അദ്ദേഹത്തിന് കൈ പിടിക്കും, കൊണ്ടുവന്നിരിക്കും, അദ്ദേഹത്തെ വലിയ രീതിയിൽ ഉപസമൃദ്ധമായ വീട്ടിൽ എന്താണോ ഉള്ളത് ആഹാരം കൊടുക്കും. അദ്ദേഹത്തെ നേതാവാണ്, ഞങ്ങളുടെ MP ആണ്, ജനപ്രതിയാണ്. അദ്ദേഹം അതിൽ കൊള്ളുന്നൊരു അഭിമാനത്തോടു കൂടിയാണ്, ആ ഒരു ആത്മവിശ്വാസത്തോടാണ് കയറി വരുന്നത്. ഇതേ ആത്മവിശ്വാസത്തോടുകൂടിയും ഒരു സാധാരണക്കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് എൻ്റെ സുഹൃത്ത്, ആ സുഹൃത്തിനും കടന്നു വന്നാൽ എവിടെയാണ് ആരെങ്കിലും ഇറക്കി വിടുവോ? അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ ഒരു സാമൂഹ്യ അവബോധത്തിനെയും കൂടെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. നോക്കൂ, ഈ പറഞ്ഞ അതായത് നിങ്ങളിപ്പം ആദിവാസി ഊരിലെ വിദ്യാർത്ഥികളെ അവരെ ഊരിൽ പോയി കാണും. ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും ആത്മവിശ്വാസമുള്ള, ഏറ്റവും അധികം പ്രൊഡക്റ്റീവായിട്ടുള്ള മനുഷ്യരായിക്കൊണ്ട് നമുക്ക് അവരവിടെ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ പല സമയങ്ങളിൽ ഈ പറയുന്ന വയലൻസ് നടന്നിട്ടുള്ള ഇടങ്ങളിലേക്ക് പോകുന്ന സമയത്താണ്, വയലൻസ് പെർപ്പച്വേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് ഏതെങ്കിലും രീതിയിൽ മനുഷ്യ സഹജമായിട്ടുള്ള ഭീതി ആ മനുഷ്യർക്ക് വരുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അവരുടെ മുറിവിനെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ആ സമൂഹത്തെ കുറച്ചുകൂടെ ഒരു വികസിത രൂപത്തിലേക്ക് പ്രാപിക്കുക എന്നുള്ള കാര്യം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ 2021 ചക്ലിയ വിഭാഗത്തിലെ SC/ST ഒരു വിഭാഗമാണ് ചക്ലിയ വിഭാഗം. ചക്ലിയ വിഭാഗത്തിലെ ശകുന്തള എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പാലക്കാട് മൃതദേഹം പൊതുശ്മശാനത്തിൽ അടക്കാൻ വേണ്ടി ചെന്ന സമയത്തേക്ക് അവരെ അവിടെ നിന്ന് കൗണ്ടർ സമുദായത്തിലെ ആളുകൾ നിറയെ ബൈക്കിൽ വന്നുകൊണ്ട് ഇവിടെ അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ഓടിച്ച് വിടുകയാണ് ചെയ്ത മനുഷ്യരെ. അവസാനം കാടിൻ്റെ ഏതോ ജണ്ടകെട്ടിയ ഭാഗങ്ങളിലാണ് ഇവരുടെ മൃതദേഹം സംസ്കരിക്കേണ്ടി വന്നത്. ആ ലൊക്കാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ആ ലൊക്കാലിറ്റിയിൽ സംഭവിക്കുന്ന ഒരു മാർജിനലൈസ് കമ്മ്യൂണിറ്റിയിലെ ആളെ സംബന്ധിച്ച് അയാളുടെ മരണത്തെക്കുറിച്ച് പോലും ആ മനുഷ്യന് ഭീതി ഉണ്ടാകുമെന്നുള്ളത് വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ ആണ്. അതിനെ മറികടക്കണമെങ്കിൽ കേവലം ആ വ്യക്തി എൻ്റെ ട്രോമ അങ്ങ് മാറി എനിക്ക് എല്ലാ ശ്മശാനങ്ങളിലും കയറി ചെല്ലാം എന്ന ബോധം വരുത്തിയത് കൊണ്ട് മാത്രം അത് മാറാൻ വേണ്ടി പോകുന്നില്ല. അത് മാറേണ്ടത് വളരെ കൃത്യമായി കൊണ്ട് പൊതുശ്മശാനങ്ങൾ എല്ലാ മനുഷ്യർക്കുമാണെന്ന നീതിബോധത്തിലേക്ക് മനുഷ്യർ മാറുകയും സവർണ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ജാതീയത പ്രാക്ടീസ് ചെയ്യാതെ സ്വയം അതിൻ്റെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്താണ് അതിൽ മാറ്റമുണ്ടാവുക. ഇത് എപ്പോഴും നമ്മൾ ജാതിയുടെ കാര്യം പറയുമ്പോൾ ഇത് SC/ST വിഭാഗക്കാർക്ക് മാത്രമല്ല. നോക്കൂ, നായരായിട്ടുള്ള എൻ്റെ എത്രയോ ഫ്രണ്ട്സ് ബ്രാഹ്മണനായിട്ടുള്ള ഫ്രണ്ടിന് മുന്നിൽ ഈ അപകർഷതാബോധം വളരെ കൃത്യമായി അവർക്കുണ്ട്.